എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോർഗൻ ക്ലോപ്പ് എന്ന് പറയുന്ന ലിവർപൂളിന്റെ ആ ഒരു ലെജൻഡറി മാനേജർ, ആ ഒരു ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ലിവർപൂളിനെ വീണ്ടും EPL ചാമ്പ്യന്മാരാക്കിയ ആ ഒരു മാനേജർ ഈ ഒരു സീസണിന്റെ എൻഡോട് കൂടി ക്ലോപ്പ് ലിവർപൂൾ വിടും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ന്യൂസ് എന്ന് പറയുന്നത്. ക്ലോപ്പ് ഈ ഒരു സംഭവം ഓൾറെഡി നവംബർ മാസത്തിൽ തന്നെ ഈ ഒരു ലിവർപൂൾ ക്ലബിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോപ്പിന്റെ അണ്ടറിൽ ലിവർപൂൾ വിൻ ചെയ്തിട്ടുള്ള ട്രോഫികൾ എന്ന് പറയുന്നത് 6 ട്രോഫികളാണ്. ഫസ്റ്റ് ലിവർപൂളിന് വേണ്ടി ക്ലോപ്പ് നേടിയിട്ടുള്ളത് പറഞ്ഞാൽ 2018-19 ചാമ്പ്യൻസ് ലീഗാണ്. പിന്നെ അതിനുശേഷം UEFA സൂപ്പർ കപ്പ് 2019 സൂപ്പർ കപ്പ് വിൻ ചെയ്യണ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ FIFA ക്ലബ് വേൾഡ് കപ്പ് വിൻ ചെയ്യണ കണ്ടു 2019. അതുപോലെ തന്നെ 2019-20 സീസണിൽ പ്രീമിയർ ലീഗ് ലിവർപൂൾ അടിക്കണം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കറബാവോ കപ്പ് 2021-22 കറബാവോ കപ്പ് നേടുന്ന നമ്മൾ കണ്ടു. അതുപോലെ തന്നെ FA കപ്പ് 21-22 FA കപ്പ് ലിവർപൂൾ നേടുന്ന കണ്ടു. ഇപ്പോൾ ഇതാക്കണ മറ്റൊരു കറബാവോ കപ്പിന്റെ ഫൈനലിൽ കൂടി ഈ ഒരു ലിവർപൂൾ ടീം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു സീസണിന്റെ എൻഡോട് കൂടി ഈ ഒരു ക്ലോപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു ഇതിഹാസ മാനേജർ, ഒരു ക്ലോപ്പിന്റെ അണ്ടറിൽ ലിവർപൂൾ വേറെ ലെവലായിരുന്നു. ലിവർപൂളിനെ ഇങ്ങനെ ഒരു കംബാക്ക് പോസിബിൾ ആക്കിയത് ക്ലോപ്പ് എന്ന് പറയുന്ന മാനേജറാണ് നമുക്കറിയാം. അങ്ങനെ നല്ലൊരു മൊമെന്റ്സ് ആണ് ലിവർപൂളിന് ഈ ഒരു ക്ലോപ്പിന്റെ അണ്ടറിൽ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇനി ക്ലോപ്പിനെ റിപ്ലേസ് ചെയ്യാൻ ലിവർപൂളിൽ തന്നെ കളിച്ചിട്ടില്ല, ലിവർപൂളിന്റെ ലെജൻഡ് ആയിട്ടുണ്ടായിരുന്ന സാവിയോ അലോൺസോനൊക്കെ ചിലപ്പോൾ ലിവർപൂൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ക്ലോപ്പ് ഈ ഒരു സീസണിന്റെ എൻഡോട് കൂടി ഈ ഒരു ലിവർപൂൾ വിടും. ക്ലോപ്പിന് പ്രീമിയർ ലീഗിൽ 1ാം സ്ഥാനത്താണ് ലിവർപൂൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫോമിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കാണും ലിവർപൂളിനെ ഒരു പ്രീമിയർ ലീഗ് ഇപ്രാവശ്യം അടിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കർബാവോ കപ്പിന്റെ ഫൈനലിലൊക്കെ ഈ ഒരു ലിവർപൂൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫൈനലിൽ ലിവർപൂളിന് ജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ലിവർപൂളിന്റെ നെക്സ്റ്റ് മാനേജർ ആരായിരിക്കും എന്നുള്ളതും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.